മഴ എന്നെല്ലാം പറഞ്ഞാൽ ഒടുക്കത്തെ മഴ, ഒന്നും പറയണ്ട ഗൈസ്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര വേറെ എവിടെയല്ല, മംഗലപുരത്ത് കേട്ടാ. എന്തിനാണല്ലേ പറഞ്ഞുതരാം. നമ്മളെ ആൻറ്റി ഒരു മന്ത്ലി ചെക്കപ്പിന് പോന്നെയാ, മന്ത്ലി അല്ല, ഒരു 2 മന്ത് ഗ്യാപ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. മംഗലാപുരം ഇന്ത്യാനല്ലേ കേട്ടാ. ആക്ച്വലി രാവിലെ 5 മണിക്ക് പോകുമെന്ന് പറഞ്ഞത്, പക്ഷെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും 6 മണിയായി. പാട്ടുകാരില്ല, മഴയല്ലേ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടാ. റോഡിൻ്റെ അവസ്ഥയൊന്നും പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നല്ല സുഖകരമായ യാത്രയായിരുന്നു കേട്ടോ. താങ്ക് യു നമ്മളെ എന്താ പറയുക, ഗതാഗത മന്ത്രി അല്ല പറയണ്ടേ. പക്ഷെ നമ്മളെ ഹൈവേ, അതായത് പുതിയ ഹൈവേ കഴിഞ്ഞ ശേഷമല്ലേ, അടിപൊളിയാണ് കേട്ടോ. നമ്മളേകദേശം പയ്യന്നൂർ കണ്ടോത്ത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം എത്തുന്നവർ ഏകദേശം ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ വഴിക്കൊന്ന് ഇറങ്ങി, എന്താണ് ചായ ഒന്നും കുടിക്കണ്ടേ. അതെ, നമ്മൾ സ്ഥിര സ്പോട്ടാട്ടാ. മീനേണ്ടിക്ക് കിട്ടുന്ന ഒരു പണിക്കാരനായിട്ട് നല്ല കമ്പനിയുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ കൈപ്പുണ്ണി തരുന്ന ചായ ഭയങ്കര ഇഷ്ടമായുണ്ട്. എപ്പോൾ പോലും കോഫി ഹൗസിലാണ് മീനേണ്ടി കാലം കൈവശം കൊടുത്തു കേട്ടോ. എന്നാ ഒരു മാറ്റം വേണ്ടേ, വല്ല പൊറോട്ടയോ ചില്ലി ചിക്കനോ എന്തെന്ന് മസാല ദോശയും മറ്റേ എന്നൊരു ചട്നി. അത് മോശമായിട്ടല്ല പറയുന്നത്, എപ്പോൾ പോയാലും ഇതേ തിന്നാനുള്ള അവസ്ഥയുള്ളൂ. എന്ത് പറയാൻ, എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. ഇത് പിന്നെ പറയണ്ടല്ലോ, നമ്മളെ സിഗ്നിഫിക്കൻ്റ് ഐറ്റം എന്താണ്, കട്ട്ലേറ്റ് തന്നെ. പക്ഷേ എന്തോ സംശയം ഇവിടുത്തെ തന്നെയാണെന്ന്. ബീട്രൂട്ടെല്ലാം കുറച്ച് കുറവാട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടേനെ. ഇത് നമ്മളെ അപ്പുമാമൻ. അപ്പുമാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടാ. എന്ത് ചെയ്യാ, കാലക്കണ്ട അൻ്റിനെ എൻ്റെ അനിയനായിട്ട് ജനിച്ചു ഇല്ലേ. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി ചേട്ടാ. നമ്മൾ പ്ലാനിങ് എന്ന് വെച്ചാൽ രാവിലെ തന്നെ പോവുക, വേഗം കാണിക്കുക, വേഗം വരിക. പക്ഷേ ഡോക്ടർ നമ്മൾ ചതിച്ചു ഗൈസ്. ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷമുള്ളൂ. എന്ത് ചെയ്യുക, കാലക്കേട് അല്ലാണ്ട് എന്താ പറയണ്ടേ. എന്തായാലും അവിടെ എത്തിയല്ലേ, ഇപ്പോൾ പല്ലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്താലോ എന്നിങ്ങനെ ഒറ്റ മൈൻഡ് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ചെടി വാങ്ങാന്ന്. വേണ്ട, ഇപ്പോൾ പല്ല് കാണിച്ചിട്ട് ചെടി വാങ്ങാം, അതാ പ്ലാൻ. അങ്ങനെ പല്ല് കാണിക്കാൻ പോയി. ഒന്നുമില്ല ഏട്ടാ, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. 2-3 ചെറിയ ആട്ടമുണ്ട്, പൊരിക്കാൻ പറ്റിയ നല്ലതല്ലേ. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുന്നതെങ്കിൽ പൈസ എല്ലാം കുറവാണ്, ട്രീറ്റ്മെൻറ്റിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമ്മൾ KMC അട്ടപ്പാറത്തെട്ടാ. അവിടെ എത്തി. അവിടെ നിന്ന് മനുഷ്യക്കുട്ടി പോലും ഇല്ല. അവിടെ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും ആ ചതി മനസ്സിലാക്കിയത്. അവിടെ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് ഇപ്പം പരിപാടിയൊന്നുമില്ലത്. എന്നാലും എന്താ, നമ്മളവിടെ തിരിച്ച് നമുക്ക് 2-3 സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വെച്ചാൽ നമ്മളിപ്പോൾ പൂവിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പൂക്കൂട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ കർത്താവ്, എല്ലാവരും ഉണ്ടല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുറച്ച് ഓവറാണെന്ന് എനിക്കറിയാം, ഇങ്ങനെയൊക്കെ ഇല്ലാണ്ട് എന്ത് വീഡിയോ അല്ലേ. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാ. എവിടെ അറിയാം, നേരത്തെ പറഞ്ഞ തന്നെ ചെടി വാങ്ങാൻ. നമുക്ക് ചെടി എന്ന് വെച്ചാൽ ജീവനാട്ടാ. എന്ന് പറയുന്നു എന്നെക്കാണി മുകളിൽ തന്നെയാണ് ഈ ചെടി. അങ്ങനെ നമ്മൾ ചെടി നോക്കി 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 അങ്ങനെ നോക്കി 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 കുറേ സമയം പോയിട്ടാ. സമയം കളയാനില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാരണം ഡോക്ടർ എന്തായാലും ഉച്ചയ്ക്ക് വരൂ. അപ്പോൾ എങ്ങനെ സമയം ഇവിടുന്ന് ചിലവഴിക്കുന്നുള്ള ഒറ്റ മൈൻഡിലാണ് നമ്മളുള്ളത്. എന്നാണല്ലേ ബുദ്ധൻ. ഞാൻ വാങ്ങാതെ വെച്ചു, പക്ഷേ പൈസ കേട്ടപ്പോൾ കിളി പറയപ്പോട്ടാ. 2,000 റുപ്യാന്ന് ഞാൻ ആദ്യം വെച്ചത്. പിന്നെ ഞാൻ അതിൻ്റെ ചതിനാ മനസ്സിലാക്കിയത്. 3,000 റുപ്യക്ക് ആടെ ഏത് ചെടിയാണ് കേട്ടോ. ആ സാധനത്തിൽ 18,000 റുപ്യ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല, അതന്നെ ഞാനും വിശ്വസിച്ചൊന്നുമില്ല. പിന്നെ അവരാടെ എഴുതി വെച്ചോണ്ട് ഞാനങ്ങനെ കണ്ട് വന്ന്, അത്ര തന്നെ. ഹോസ്പിറ്റലിൽ തൊട്ടിപ്പുറത്താണ് കേട്ടോ ഈ ചെടീൻ്റെ. പക്ഷേ ആകെ അത്രേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറിയാണ്. ഉള്ളിൽ എത്ര സ്ഥലം ഉണ്ടാകും കേട്ടോ. സത്യം പറയാലോ, ഒരു സിറ്റിയുടെ നടുക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് ആരും കണ്ടാൽ പറയില്ല. ഇത് കണ്ട താമര, ഓ നമ്മളെ വീട്ടിലുണ്ട്, കാണിച്ചരാ. അല്ല, ഞാൻ ഏതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചരാന്ന്. നമുക്ക് ഞാൻ പറഞ്ഞേ ചെടീനോടുള്ള സ്നേഹം അത് ഭയങ്കര കേട്ടാ, ഒരു അറ്റാച്ച്മെൻ്റ് എന്നൊന്നും പറയില്ലേ. അപ്പോഴേക്കും ഒരു ചെറിയൊരു മഴ പെയ്തേട്ടാ. നമ്മൾ വെച്ചാളെ കുടുങ്ങി. ഞാൻ തൊട്ടപ്പുറത്തെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെയാണ്.
അങ്ങനെ മഴയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. അപ്പം എന്തെന്നില്ലാണ്ട് വിശപ്പടിക്കാൻ കേട്ടോ. രാവിലെ കഴിച്ചല്ലേ, ഇപ്പം ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വിശപ്പടിച്ച് ഞാൻ പക്ഷേ ക്യാൻറ്റീനിൽ പോയിട്ടൊന്നും കഴിക്കാണ്. പക്ഷേ ഈ മഴ മാറണ്ടേ, മഴയാണെങ്കിൽ കൊടുക്കത്ത മഴ. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ 2-3 ചെടിയും വാങ്ങി നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി. ബിരിയാണിക്ക് ടെൻഷൻ കയറി കേട്ടാ. നമ്മളെ കൂട്ടാണ്ട് ഒറ്റക്ക് ഒരു ചായ പിടിച്ചല്ലേ, ചായ മാത്രമല്ല 2 കടിയും കൂടി. പിന്നെ നമ്മളുടെ മനുഷ്യന്മാരല്ലേ, നല്ല സമൂസ കേട്ടോ, എന്താ അറിയില്ല. ഇതാണ് കേട്ടോ ആടുന്ന് വാങ്ങിയ ചെടി. അങ്ങനെ ചെടിയും വാങ്ങി ഡോക്ടറെയും കാണിച്ച് ആടുന്ന് മടങ്ങി നമ്മൾ. പോകുന്ന വഴിക്കും അങ്ങനെ തന്നെ നല്ല മഴയായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, മഴയത്ത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയാണ്. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ മഴ ട്രാവലിങ് അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉള്ള സംഭവം കേട്ടോ, സത്യം പറയാമല്ലോ. അന്നും അതെ ഇന്നും അതെ. അത് നമ്മൾ ടോളിൻ്റെ അവിടെ എത്തിട്ടാ. ടോളിൻ്റെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ 1 മിനിറ്റിൻ്റെ മുകളിൽ ടോളിൽ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കണം, അങ്ങനെയല്ലേ നിയമം? അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റല്ല പറഞ്ഞിട്ടാണ്. നമ്മളവിടെ ഏകദേശം ഒരു 2-3 മിനിറ്റാണ് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു ചെറിയൊരു കശാവിശലുണ്ടാക്കി നമ്മൾ. എന്നിട്ട് പറഞ്ഞു ടോൾ തരാൻ കഴിയില്ല, അല്ല പിന്നെ നമ്മളത് ടോൾ കൊടുക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നാണല്ലോ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. വേറെ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ കാസർഗോഡ് വന്നതിൽ. എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, ഇതാണ് നമ്മൾ അമ്പി. ഏകദേശം കുറേ 2-3 വർഷമായി തോന്നുന്നു നമ്മൾ നേരിട്ട് കണ്ടിട്ട്. ഞാൻ 4 വർഷത്തോളം കാസർഗോഡായിരുന്നു കേട്ടോ. അന്ന് തമ്മിലുള്ള ഒരു പരിചയമാണ്. ഞങ്ങൾ ഒരേ ക്വാർട്ടേഴ്സിലായിരുന്നു. ഒരു ഫാമിലി എന്നും പറഞ്ഞാൽ ചെറുതായി പോകും. നമ്മളെ കുട്ടമാമൻ അമ്പീൻ്റെ ഭർത്താവാണ് കേട്ടോ. അന്ന് ഞങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്വാർട്ടേഴ്സിലുള്ള ഒരു ബന്ധം അതൊന്നും എന്താ പറയുക വാക്കിലൊതുക്കാൻ പറ്റില്ല. അത്രയേറെ ആഴത്തിലും മനസ്സിലും പതിന പോലെയുള്ളൊരു ബന്ധമായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും കോഫി ഹൗസിലെത്തി. നേരത്തെ രാവിലെ പറഞ്ഞില്ലേ അതിന് ബിരിയാണിക്ക് ഒരേ നിർബന്ധം, മസാല ദോശ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മടുക്കുന്നില്ലേ, ഒരു വെറൈറ്റി ചിന്തിച്ചൂടെ? അതെ, വെറൈറ്റി ചിന്തിച്ചു. ഞാൻ കുറച്ച് ബിരിയാണി റൈസ് പറഞ്ഞു, അവർ ലൈറ്റായിട്ട് 6 പൊറോട്ടയും ചില്ലി ചിക്കനും പറഞ്ഞു. കുറച്ച് ഗ്രാൻഡായിട്ട്. ഇനിയിപ്പം ബിരിയാണിക്ക് 4 മാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പോകേണ്ടത്, കാരണം മരുന്നൊക്കെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അങ്ങനെ ഇത്രയും ലോങ് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ആൻറ്റിക്ക് വെച്ചാൽ ട്രെയിനിൽ കയറാൻ പറ്റില്ല, നടുവേദനയുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ട് തന്നെ പോകണം. അങ്ങനെ ആടുത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു. നല്ല ചൂടിലായിരുന്നു, ടീ കുടിച്ചു. ആടുത്തെ ആ ചേട്ടനോട് ബായ് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. മഴയ്ക്ക് ഒരു മാറ്റമില്ല. ആടെ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ, വീണ്ടും നല്ല തകൃതിയായിട്ട് മഴ പെയ്ത്. മഴ പെയ്യുന്നതല്ല, റോഡിൻ്റെ കണ്ടീഷനാണ്. ഹൈവേൻ്റെ പണി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ സത്യം പറയുമല്ലോ, കുറേ സ്ഥലത്ത് പാച്ച് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഡ്രൈവിംഗ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നൈറ്റ്. സമ്മതിക്കണം, നീലേശ്വരത്തുള്ള പാലവും പിന്നെ നമ്മുടെ പാപ്പനശ്ശേരി പഴയങ്ങാടി ആ റോഡെല്ലാം അത്യാവശ്യം നല്ല കുണ്ടുകുഴിയാണ്. ആ പാലത്തിൻ്റെ അവസ്ഥ ഒന്നും പറയണ്ട, അത്ര പാച്ച് വർക്ക് ചെയ്തു എന്നിട്ടും സെയിം അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ലോങ് ടൈമിന് ശേഷം വീട്ടിലെത്താൻ പോവാണ്. സത്യം പറഞ്ഞാൽ നല്ല നടുവേദനയുണ്ടായിരുന്നേ, കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോകുന്നത് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.